ചേട്ടന്റെ വീട്ടിൽ ഒരുപാട് വണ്ടികളാണല്ലോ കിടക്കുന്നത്. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ തന്നെ ഉള്ളൂ ഇതെല്ലാം ചെയ്യാനായിട്ട്. അതെയാ. അപ്പം ഓരോ വണ്ടിയും നമ്മളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് പണി തീർത്തുകൊണ്ട് വലിയ കാര്യമില്ല. ചെയ്യുന്ന ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് നമ്മൾ പോകണം. അല്ലാതെ ഇപ്പം വണ്ടി ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്പീഡ് ചെയ്തിട്ട് ഈ വണ്ടി വഴിയിൽ ഓടുന്ന വണ്ടിയാണ്, ഇതെല്ലാം ആളുകൾ ഇരിക്കുന്നതാണ്, വഴി ആളുകൾ പോകുന്നതാണ്, മറ്റ് വാഹനങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ ചെയ്ത് വിടുമ്പം അതിൻ്റെ ഒരു മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ വണ്ടി പോയിട്ട് വരാനുള്ള രീതിയിൽ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം വാഹനമാണ്. അതുകൊണ്ട് സമയമെടുത്തേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. പിള്ളേർ നേരത്തെ ഉണ്ടായിരുന്നു, എല്ലാവരും ഇവിടുന്ന് ഗൾഫിലോ ഇവിടെയൊക്കെ പോയി രക്ഷപ്പെട്ടു. പിന്നെ 1 by 1 ആയിട്ട് ചെയ്യും. ഇപ്പോൾ ഒരു വണ്ടി എടുത്തു, നമ്മൾ അഴിച്ചു നോക്കി അതിൻ്റെ ഒരു സാധനം ഡാമേജ് ആ സാധനം സ്റ്റോക്കിലില്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് വരണം. അപ്പോൾ ഓർഡർ ചെയ്ത് വരാൻ താമസമുള്ളപ്പം നമ്മളത് മാറ്റിയിട്ടിട്ട് അടുത്ത വണ്ടി ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലേ. കസ്റ്റമർ ഇത്രയും വണ്ടി കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. വെറുതെ വെച്ച് പെട്ടെന്ന് വേണം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എടുക്കാറില്ല. ആ കിടക്കുന്ന വണ്ടി ഇതല്ലേ? അത് മറ്റേ നിസാൻ മൈക്ര. അതിൻ്റെ കംപ്ലൈൻറ്റ് അത് ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിക്ക് പീരിയോഡിക്കൽ സർവീസ് ഉണ്ട്. പിന്നെ ബ്രേക്ക് ഷൂ 4 വീല് ബ്രേക്ക് നോക്കണം. EGR ക്ലീൻ ചെയ്യണം. എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ടല്ലേ? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, AC ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഈ നാനോയെ പറ്റി ഒന്ന് നാനോ AC കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. നാനോയുടെ ലാസ്റ്റ് മോഡൽ ട്വിസ്റ്റ് എന്ന് പറയുന്ന മോഡലായത്. ട്വിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടൻസർ ഫ്രണ്ട് എഞ്ചിനെല്ലാം ബാക്കിലാണ്. ഈ കണ്ടൻസർ ലീക്കായിരുന്നു. ഇപ്പൊ ഇത് പുതിയ കണ്ടൻസർ നമ്മൾ വെച്ചിരിക്കുകയാണ്. വെച്ചിട്ട് നമ്മൾ പ്രഷർ ഇട്ടിരിക്കുകയാണ്. മിനിമം ഒരു 8 മണിക്കൂർ നമ്മൾ പ്രഷർ ഇട്ട് നോക്കും. ഒരു 200 പൗണ്ട് പ്രഷർ 8 മണിക്കൂർ ഇട്ട് നോക്കും. അതിനകത്ത് ഒരു സ്വല്പം പോലും കുറവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാക്വത്തിൽ ഇട്ട് നോക്കും. വാക്വത്തിൽ ഇട്ട് നോക്കി കഴിയുമ്പോൾ വാക്വത്തിലും ലീക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കംപ്രസർ ഓയിൽ, പുതിയ കംപ്രസർ ഓയിൽ ഒഴിച്ച് ഗ്യാസും ചാർജ് ചെയ്ത് വിടത്തുള്ളൂ. ചേട്ടാ, അന്നേരം വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ് കൊടുക്കേണ്ടത് എന്നോട് പറഞ്ഞായിരുന്നു അല്ലേ? എനിക്ക് സമയമില്ലെന്നല്ലേ പറഞ്ഞല്ലേ? ഒരുപാട് ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആവശ്യം പറയുമ്പം ചെയ്ത് കൊടുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഞാൻ വേഗത്തിൽ അങ്ങനെ ചെയ്ത് തീർക്കുന്ന ഒരാളല്ല. അപ്പം അതിനുള്ള സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പം നമ്പർ കൊടുക്കുന്നെങ്കിൽ കൊടുത്തു, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ XUV500. ഇപ്പോൾ നമ്മളിത് AC കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്ത് പ്രഷർ ഇട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ പുറമേക്കൊന്നും കംപ്ലൈൻറ്റുകളില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് വന്നേക്കുന്നത് നമ്മൾ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെ കൂളിംഗ് കോയിലെന്ന് നമ്മുടെ ഈ നാട്ടിൽ പറയുന്ന യൂണിറ്റ് ഉണ്ട്. ഇവാപ്പറേറ്ററാണ് അതിൻ്റെ യഥാർത്ഥ നാമം. ആ സാധനത്തിൻ്റെയാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഇപ്പോൾ അഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിപ്പം വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളിവിടെ കാണാം, ഇതിൻ്റെ ഡെക്റ്റ് എല്ലാം കൂടെ നമ്മൾ അഴിച്ചിട്ടേക്കുന്ന കാണാം. ഇതിൻ്റെ AC ഡെക്റ്റ് യൂണിറ്റാണ്. ഈ ഡെക്റ്റ് യൂണിറ്റ് ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ കൂളിംഗ് കോയിൽ വരുന്നതും ഫാൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഈ എലി കയറിയിട്ട് കട്ട് ചെയ്യുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. ഈ ഇൻസുലേഷൻ ഇതൊരു സ്പോഞ്ചാണ്. ഈ ഇൻസുലേഷനൊക്കെ എലി കയറി കട്ട് ചെയ്തേക്കുന്ന ഭാഗങ്ങളായി കാണുന്നത്. AC-ക്കകത്ത് എലി കയറുന്ന വലിയൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ അകത്തൂടാണ് നമ്മൾ തണുത്ത എയർ നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഓരോ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് കാറ്റ് വരുന്നു, കാലിലേക്ക് കാറ്റ് പോകുന്നു, മേളിൽ ഗ്ലാസ്സിന് ഫോഗ് അടിക്കാനായിട്ട് ഫോഗ് വരുമ്പോൾ നമ്മൾ മാറ്റാനായിട്ട് ഇടുന്ന ആ ഭാഗത്തേക്ക് കാറ്റ് പോകണം. അങ്ങനെ ഓരോ മോഡുണ്ട്. ആ മോഡിലേക്കൊക്കെ മാറ്റി കഴിയുമ്പോൾ ആ ഭാഗത്തൂടെയൊക്കെ ഇതിൻ്റെ കാറ്റ് വരും. ഇപ്പോൾ ഇതിൻ്റെ ബ്ലോവർ ഇരിക്കുന്ന ഭാഗം ഇതാണ്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് വരും ഇതിൻ്റെ നമ്മുടെ കൂളിംഗ് കോയിൽ എന്ന് പറയുന്ന, അല്ലെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ആ സംഭവം. ഇതിൻ്റെ ഇവാപ്പറേറ്റർ ഇതാണ് ഇതിൻ്റെ ഇവാപ്പറേറ്റർ. ഈ ഇവാപ്പറേറ്റർ നമ്മുടെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓയിൽ കണ്ടൻറ്റ് കാണാം. ഇവിടെ സ്വല്പം ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോള് വീണ്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഹോള് വീണിട്ട് അത് പോയതാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ പുതിയത് മാറ്റി വെക്കുന്നു. അപ്പോൾ
ഇപ്പം നമ്മളിതിന് വാങ്ങിയിരിക്കുന്ന പുതിയ ഇവാപ്പറേറ്റർ യൂണിറ്റാണ്. ഈ സംഭവം ഇത് പഴയത്, ഇത് പുതിയത്. അപ്പോൾ കാലപ്പഴക്കം കൊണ്ട് വന്നേക്കുന്ന ആ മാറ്റം കണ്ടോ, ആ നിറവ്യത്യാസവും അതിൻ്റെ അകത്തിരിക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പുതിയത് വരുമ്പം ഇതുപോലെ ഇരിക്കും. ഓക്കെ, നമ്മളിത് നമ്മൾ പുതിയ യൂണിറ്റ് ഇതിൻ്റെ അകത്ത് അസംബിൾ ചെയ്യും. അസംബിൾ ചെയ്തിട്ട് അതായത് ഏതാണ്ട് ഒരു ഈ ഭാഗത്ത് ഇതിങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2 പൈപ്പ് ലൈൻ മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. ഒരെണ്ണം കംപ്രസ് ചെയ്ത ഗ്യാസ് കയറാനായിട്ടും ഒരെണ്ണം റിട്ടേൺ ഇറങ്ങി പോകാനായിട്ടുള്ള 2 പൈപ്പ് മാത്രമേ പുറത്തോട്ട് കാണത്തുള്ളൂ. ഈ സംഭവം ഇതിനകത്തിരിക്കും. ഇതിൻ്റെ മുകളിൽ കവറുണ്ട്. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ കണ്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പം വളരെ സിമ്പിളാണ്. എന്നാലും ഈ വണ്ടിക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ അകത്തേക്ക് വന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എന്തെല്ലാം സാധനങ്ങൾ അഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ചെറിയ സാധനങ്ങൾ എടുക്കാനെന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഡാഷ് കംപ്ലീറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഡാഷ് കംപ്ലീറ്റ് ഓപ്പൺ ആക്കി എല്ലാം ഊരി പുറത്തെടുത്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പൊടിയെല്ലാം മാറ്റി നല്ലപോലെ പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വെക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് ഇല്ല, ഡാഷ്ബോർഡില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇതിപ്പം ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഡാഷിൻ്റെ ക്രോസാണ്. ഇതിൻ്റെ അകത്തൂടുള്ള ഭാഗം നമുക്കിത് പുറമേക്ക് കാണാൻ പറ്റത്തില്ല. ഇതിലാണ് കംപ്ലീറ്റ് വയറിംഗ് കിറ്റ്, ഫ്യൂസ് കാരിയർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, റിലേ യൂണിറ്റുകൾ ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടെ അഴിച്ചെടുക്കണം. കാരണം ഇതിന് പല പല സംഭവങ്ങളുള്ളതാണ്. ഇതിൽ ECM വരുന്നുണ്ട്, BCM വരുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഒരു ഡ്രൈവർക്ക് ഒരു വാഹനം കൺട്രോൾ ചെയ്യുന്ന ഡ്രൈവർ സീറ്റ് ഇരുന്നായിരിക്കും. അപ്പോൾ ആ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള A to Z സാധനങ്ങൾ ഇതേ വരുന്നുണ്ട്. ഓക്കെ.